ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഗുണങ്ങൾ, ഇതാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഹാർഡ് സ്കിൽ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് സ്കിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിലും അതും ഒരു ഹാർഡ് സ്കില്ലാണ്. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സ്കില്ലുകളെയാണ് നമ്മൾ ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും വലിയ രീതിയിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു സോഫ്റ്റ് സ്കില്ലാണ്, ദെൻ ലീഡർഷിപ്പ് ഒരു സോഫ്റ്റ് സ്കില്ലാണ്, ടൈം മാനേജ്മെന്റ് ഒരു സോഫ്റ്റ് സ്കില്ലാണ്, അഡാപ്റ്റബിലിറ്റി ഒരു സോഫ്റ്റ് സ്കില്ലാണ്, കണ്ടിന്യൂസ് ലേണിംഗ് ഒരു സോഫ്റ്റ് സ്കില്ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ എത്രമാത്രം നമുക്ക് പോളിഷ് ചെയ്യാൻ, ഷാർപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവോ അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഇരട്ടി വിജയമാണ് സമ്മാനിക്കുന്നത്. കാരണം പണ്ട് നിങ്ങൾക്ക് എന്തറിയും എന്നുള്ളതിനെ കുറിച്ചാണ് ആളുകൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യമിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് സ്കില്ലുകളുടെ പ്രാധാന്യം